സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രകല എസ് കമത്ത് എഴുതിയ നോവൽ ഭിക്ഷ, അധ്യായം 25. ചാവടിമുറ്റത്തെ മാഞ്ചുവട്ടിൽ ഒരു കസേരയിട്ട് അമ്മയെ അവിടെ കൊണ്ടിരുത്തി സീമന്തിനി അടുത്തിരുന്നു. ഇളകി മറിയുന്ന ആഴികണക്കെ അവളുടെ മനസ്സ് കലങ്ങിക്കൊണ്ടിരുന്നു. അമ്മ വീണ്ടും കമലേട്ടത്തി അമ്മ വരുന്നതിനു മുൻപുള്ള അവസ്ഥയിലേക്ക് നീങ്ങിയല്ലോ എന്നോർത്ത് അവൾ ദുഃഖിച്ചു. താൻ ഇവിടുന്ന് പോയാൽ അമ്മയുടെ അവസ്ഥ എന്താവും? കമലേട്ടത്തി അമ്മയല്ലാതെ മറ്റാരുമില്ല അമ്മയെ ശ്രദ്ധിക്കാൻ. താൻ വീട് വിട്ടിറങ്ങിപ്പോയെന്നറിയുമ്പോൾ അമ്മയുടെ മനസ്സ് പൂർണ്ണമായും തകർന്നു പോകില്ലേ? ഈശ്വര, എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത്? പക്ഷേ രാമദാസേട്ടന്റെ ഭാര്യയായി ഒറ്റ നിമിഷം പോലും ഈ ഭൂമിയിൽ താൻ ജീവിക്കില്ല. അതിലും ഭേദം എല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്. രവീന്ദ്രൻ എവിടെയായിരിക്കും തന്നെ കൊണ്ടുപോവുക? ഒരു ജോലി കിട്ടുന്നതുവരെ എങ്ങനെ ജീവിക്കും? അല്ലെങ്കിൽ താൻ എന്തിന് ഇതൊക്കെ ആലോചിക്കുന്നു? കമലേട്ടത്തി അമ്മ മുന്നിലുള്ളതെല്ലാം ആലോചിച്ചുകൊണ്ടേ പ്രവർത്തിക്കൂ. അവൾ ആശ്വസിക്കാൻ ശ്രമിച്ചെങ്കിലും ഭാവിയുടെ അനിശ്ചിതത്വം അവളെ വല്ലാതെ അസ്വസ്ഥയാക്കിക്കൊണ്ടിരുന്നു. മാഞ്ചുവട്ടിൽ സന്ധ്യ മയങ്ങി വീഴുന്നതുവരെ അവൾ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. അമ്മയും കണ്ണുകൾ അടച്ച് കസേരയിൽ ചാരിയിരിക്കുകയാണ്. എന്തായിരിക്കും അമ്മ ചിന്തിക്കുന്നത്? ദിവസങ്ങളോളം കുത്തിവെച്ച മരുന്നിന്റെ ശക്തിയിൽ അമ്മയുടെ മനസ്സ് വാടിത്തളർന്നിട്ടുണ്ടാവും. അവിടെ ചിന്തകളൊന്നും മുളയ്ക്കുന്നില്ലായിരിക്കും. സീമന്തിനി വിളിച്ചു, അമ്മേ. അവർ ചെറുതായി മൂളിക്കൊണ്ട് കണ്ണുകൾ തുറന്നു നോക്കി. അമ്മ എന്താണ് എന്നോടൊന്നും മിണ്ടാത്തത്? തളർന്ന മിഴികൾ തുറന്ന് അവർ സീമന്തിനിയെ നോക്കി. എന്ത് മിണ്ടാനാ മോളെ? നിന്നെക്കുറിച്ച് തന്നെ ആലോചിക്കുകയായിരുന്നു. എന്നെക്കുറിച്ച് എന്താലോചിക്കാൻ അമ്മേ? അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതാണ് എനിക്ക് വിഷമം. നിന്നെ രാമദാസനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ നീ എന്ത് ചെയ്യും? കല്യാണമൊന്നും നടക്കാൻ പോണില്ല. അമ്മ അതോർത്ത് വിഷമിക്കരുത്. അവൾ അമ്മയുടെ കൈത്തണ്ട തഴുകിക്കൊണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു നിന്നോട്? ആരും പറഞ്ഞില്ല. എന്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു. വലിയേട്ടൻ വെറുതെ പറഞ്ഞതാ. അമ്മ അതോർത്ത് ഇനി ഒരിക്കലും വിഷമിക്കരുത്. സത്യമാണോ നീ പറയുന്നത്? ഇത് നടക്കില്ല. അമ്മയെ സമാധാനിപ്പിക്കാൻ അവൾ പറഞ്ഞു. ഹാവൂ, ആശ്വാസമായി. അവർ ദീർഘനിശ്വാസത്തോടെ അവളെ നോക്കി. ഏതോ ആവശ്യത്തിന് പടിഞ്ഞാറേ മുറ്റത്ത് വന്നു നിന്ന വലിയേട്ടത്തിയമ്മ ചാവടി മുറ്റത്ത് സീമന്തിനിയും ചെറിയമ്മയും ഇരിക്കുന്നത് കണ്ടു. ചെറിയമ്മ അവരെ നോക്കിയതും അവർ ഓടി അടുക്കളയിൽ കയറി. അമ്മ അന്നത്തെ പോലെ അവരുടെ നേർക്ക് ബഹളം വെച്ച് പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഓടിയതെന്ന് സീമന്തിനിക്ക് മനസ്സിലായി. രാവിന്റെ ഇരുട്ട് മുറ്റത്ത് വീഴാൻ തുടങ്ങിയപ്പോൾ അവൾ അമ്മയെ എഴുന്നേൽപ്പിച്ച് ചാവടിക്കുള്ളിൽ കൊണ്ടുപോയി. കട്ടിലിൽ ചായവേ അവർ ചോദിച്ചു, നീ പറഞ്ഞത് സത്യമാണോ കുട്ടി? സത്യം. കമലയെ കാണാത്തതെന്താ ഇങ്ങോട്ട്? ഏട്ടത്തിയമ്മ വീട്ടിലുണ്ട്. സദാനന്ദേട്ടൻ ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ട്. അല്ലെങ്കിലും ഞാൻ അടുക്കളയിൽ പോകാത്തത് കൊണ്ട് ഏട്ടത്തിയമ്മയ്ക്കാണിപ്പോൾ ജോലിയൊക്കെ. പാവം, നീ ചെന്ന് അവളെ സഹായിക്ക്. ചെല്ല്, എനിക്കിപ്പോൾ ക്ഷീണമൊക്കെ കുറവുണ്ട്. അമ്മ എഴുന്നേറ്റ് എങ്ങും പോകരുത്. ഇല്ല, പോവില്ല. നീ പോയി കമലയെ സഹായിച്ചു. എങ്കിൽ ഞാൻ പോട്ടെ. അമ്മയ്ക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവരട്ടെ? കുറച്ചു മതി, 1/2 ഗ്ലാസ്. സീമന്തിനി ചാവടി വാതിൽ ചാരി അടുക്കളയിലേക്ക് നടന്നു. ജാനകിയും കമലേട്ടത്തിയമ്മയും അടുക്കളയിലുണ്ട്. കമല ചോദിച്ചു, ചെറിയമ്മയെ ഒറ്റയ്ക്കിരുത്തിയിട്ടാണോ വന്നത്? അമ്മയ്ക്ക് അല്പം കാപ്പി ഉണ്ടാക്കി കൊണ്ടുപോകാൻ വന്നതാ. അമ്മ തന്നെയാ പറഞ്ഞത് ഇവിടെ വന്ന് കമലേട്ടത്തിയമ്മയെ സഹായിക്കാൻ. ഗോവണിപ്പടികൾക്കടുത്ത് തന്നെ വലിയേട്ടത്തിയമ്മ സീമന്തിനിയെ കണ്ടപ്പോൾ അടുക്കളയിൽ വന്ന് ഒരു താക്കീതെന്നോണം പറഞ്ഞു, അമ്മയെ വെളിയിൽ കൊണ്ടിരുത്തിയതെന്തിനാ? അന്നത്തെ കൂട്ട് ബഹളം വെച്ചാൽ എന്തു ചെയ്യും? ഒന്ന് ഞാൻ പറയാം. ഇനി പഴയതുപോലെ ഇവിടെ ബഹളം വെച്ചാൽ ചങ്ങലക്കിട്ട് പൂട്ടാൻ പറയും ഞാൻ. പറഞ്ഞില്ലെന്ന് വേണ്ട. സീമന്തിനിയുടെ മനസ്സിന്റെ ആഴത്തിൽ നിന്നും വല്ലാത്ത ഒരു വേദന പൊട്ടിവന്നു. താനില്ലാതെ വരുമ്പോൾ അമ്മയെ ഇവർ ചങ്ങലക്കിട്ട് പൂട്ടുമോ? ഈശ്വര, തനിക്ക് അമ്മയുടെ ആ അവസ്ഥ സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. സീമന്തിനി ഏങ്ങിക്കൊണ്ട് പറഞ്ഞു, അയ്യോ, അമ്മയെ അങ്ങനെയൊന്നും ചെയ്യരുതേ ഏട്ടത്തിയമ്മേ. എന്റെ നേർക്കാണ് നിന്റെ അമ്മയുടെ രോഷം മുഴുവൻ. അവർക്ക് തലയ്ക്ക് സ്ഥിരതയില്ലെന്ന് കരുതി എനിക്കിവിടെ ജീവിക്കേണ്ടേ? കമല സ്വരത്തിൽ ശാന്തത വരുത്തി അവരെ നോക്കി പറഞ്ഞു. ചെറിയമ്മയ്ക്ക് ഇപ്പോൾ സ്ഥിരതക്കേടൊന്നുമില്ല ഏട്ടത്തിയമ്മേ. ദേഷ്യവും സങ്കടവും വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകാറുള്ള സ്ഥിരതക്കുറവേ ചെറിയമ്മയ്ക്കും ഉണ്ടായുള്ളൂ. ചെങ്ങലക്കിടാനും വേണ്ടിയുള്ള അസുഖമൊന്നുമില്ല അവർക്ക്.
വലിയേട്ടത്തിയമ്മ എന്തുകൊണ്ടോ പിന്നെ മറുപടി ഒന്നും പറഞ്ഞില്ല. അവർ ജാനകിക്ക് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് നിന്നു. കമല സീമന്തിനിയോട് ചോദിച്ചു, ചെറിയമ്മയ്ക്കുള്ള കാപ്പിയും കൊണ്ട് നീ ചാവടിയിലേക്ക് പോ. ഇവിടെ ഞാനും ജാനകിയും ഉണ്ടല്ലോ, നീ പൊയ്ക്കോ. ചെറിയമ്മയെങ്ങാനും ചാവടിയിൽ നിന്നിറങ്ങി ഇങ്ങോട്ട് വന്നാൽ പിന്നെ അത് മതി ഇവിടെ കലഹത്തിന്, സീമന്തിനി പറഞ്ഞു. അമ്മ ഏട്ടത്തിയമ്മയെ അന്വേഷിച്ചു. എന്താ ഇന്ന് അങ്ങോട്ട് ചെല്ലാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ പിടിപ്പത് ജോലിയുള്ളത് കൊണ്ടാണെന്ന്. അവൾ ചൂടുകാപ്പി നിറച്ച മൊന്ത ധാവണിത്തുമ്പുകൊണ്ട് പിടിച്ച് അടുക്കളയിൽ നിന്നിറങ്ങവേ വലിയേട്ടത്തിയമ്മ വിളിച്ചു. നാളെ നിനക്ക് വേണ്ടി കല്യാണ ചേലകൾ വാങ്ങാൻ പോവുകയാണ് ഞങ്ങൾ, മംഗലാപുരത്തേക്ക്. നിനക്ക് ഏത് നിറങ്ങളാണ് കൂടുതൽ ഇഷ്ടം? ചെറിയമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. നിനക്കിഷ്ടമുള്ള നിറങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അത്തരത്തിലുള്ളത് വാങ്ങാം. മനസ്സിൽ ഒതുക്കി വെച്ച അമർഷം അവൾ അറിയാതെ നാവിലൂടെ പുറത്തു ചാടി. എന്റെ ഇഷ്ടം ചോദിച്ചല്ലോ ഏട്ടത്തിയമ്മയെ വിവാഹം നിശ്ചയിച്ചത്. ചേലയുടെ നിറങ്ങളും നിങ്ങളുടെയൊക്കെ ഇഷ്ടപ്രകാരം തന്നെയാവട്ടെ. അല്ലെങ്കിൽ ചേലയുടെ നിറം എന്തായാലെന്താ, നല്ല ഒരു വരനെ നിങ്ങൾ എനിക്കായി നേടിത്തന്നതല്ലേ എന്റെ മഹാഭാഗ്യം. അവൾ ചാവടിയിലേക്ക് നടന്നു. വലിയേട്ടത്തിയമ്മ എന്തോ പിറുപിറുത്തുകൊണ്ട് ഭൂമി വിറപ്പിച്ചുകൊണ്ട് മുകളിലേക്ക് ചാടിക്കയറി. ജോലി യാന്ത്രികമായി ചെയ്തുകൊണ്ടിരുന്നെങ്കിലും കമലയുടെ മനസ്സ് ആകുല ചിന്തകൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. സീമന്തിനിക്ക് രവീന്ദ്രന്റെ കൂടെ ഇറങ്ങിപ്പോകാനുള്ള ധൈര്യം കൊടുക്കുന്നത് താനാണ്. ആ ധൈര്യമാണ് ഇപ്പോൾ വലിയേട്ടത്തിയമ്മയോട് ഇങ്ങനെ പറയാൻ അവളെ പ്രേരിപ്പിച്ചതെന്നും തനിക്കറിയാം. അവളുടെ നല്ല ഭാവിക്ക് വേണ്ടി താൻ കണ്ടുപിടിച്ച വഴി വരും കാലത്തിൽ എങ്ങനെയൊക്കെ ചെന്ന് കലാശിക്കുമെന്നോർക്കുമ്പോൾ വല്ലാത്ത ഒരു ഭയം മനസ്സിനെ ഉലയ്ക്കുന്നു. രവീന്ദ്രനിൽ അവൾക്കുള്ള പൂർണ്ണ വിശ്വാസം മാത്രമാണ് ഈ സാഹസത്തിന് വഴിയൊഴുക്കാൻ തന്നെ ധൈര്യപ്പെടുത്തുന്നത്. മറ്റനുകൂല വശങ്ങൾ ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മനസ്സു വല്ലാതെ തളരുന്നു. രവീന്ദ്രന് താങ്ങായിട്ട് വേറെങ്ങും അകന്ന ബന്ധുക്കൾ പോലുമില്ല. ജീവിക്കാൻ പണവുമില്ല. പണം എങ്ങനെയെങ്കിലും ഒരുക്കാമെന്ന് താൻ അയാളോട് പറഞ്ഞെങ്കിലും എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടതെന്ന് യാതൊരു രൂപവുമില്ല. 3-4 മാസത്തേക്കെങ്കിലും കഴിയാനുള്ള പണം അവരെ ഏൽപ്പിച്ചാലേ പറ്റൂ. അതിനിടയിൽ രവീന്ദ്രൻ എന്തെങ്കിലും ജോലി സമ്പാദിക്കുമായിരിക്കും. ഒരു വേള പെട്ടെന്ന് ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലോ? അവർ ദാരിദ്ര്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുമോ? ഇടത്തരം കുടുംബത്തിൽ ജനിച്ച തനിക്ക് പണത്തിന്റെ ബുദ്ധിമുട്ട് എന്തെന്ന് നന്നായി അറിയാം. പണത്തിന്റെ ഞെരുക്കം ഉണ്ടാക്കുന്ന അസ്വാസ്ഥ്യം അസഹനീയം തന്നെ. വയ്യ, തന്നെ കൊണ്ട് ഇതൊന്നും ചിന്തിക്കാൻ വയ്യ. കമലയുടെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പിന്റെ വലിയ തുള്ളികൾ ചെന്നിയിലൂടെ ഒഴുകി തുടങ്ങി. മനസ്സമാധാനം ഈ ചിന്താഗ്നിയിൽ വെണ്ടരിയുന്നത് അവൾ വേദനയോടെ അറിഞ്ഞു. ഭർത്താവ് പണമൊന്നും തന്നെ ഏൽപ്പിക്കാറില്ല. അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ പണപ്പെട്ടിയിൽ നിന്ന് പണമെടുക്കുന്നത് തനിക്കിഷ്ടമല്ല. ചിന്തകൾക്ക് വിരാമമിടാൻ അവൾക്ക് പറ്റിയില്ല. ഒന്നിനു പുറകെ ഒന്നായി മുദ്രാവാക്യം വിളിക്കുന്ന നീണ്ട ജാഥ പോലെ അവ മനസ്സിലൂടെ നീങ്ങിക്കൊണ്ടിരുന്നു. മനസ്സ് ദുർബലമായി തുടങ്ങുകയാണെന്ന് അവൾക്ക് തോന്നി. ആരുടെയെങ്കിലും ഒരു ഉപദേശം കിട്ടിയിരുന്നെങ്കിൽ. തന്നെ കൂടാതെ രണ്ടാമതൊരാൾ കൂടി ഈ വിവരം അറിഞ്ഞിരിക്കണം. ഉപദേശമോ മാർഗദേശമോ തരാൻ കഴിവുള്ള ആരെങ്കിലും. അതിനു പറ്റിയ ഒരാൾ മാത്രമേ തനിക്ക് ഈ ലോകത്തുള്ളൂ, തന്റെ അച്ഛൻ മാത്രം. അച്ഛനോട് ഇക്കാര്യം ഒന്ന് പറയാൻ സാധിച്ചില്ലെങ്കിൽ താൻ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്ന് അച്ഛൻ തുറന്നു പറയും. ഇവിടത്തെ സ്ഥിതിഗതികൾ ശാന്തമായി കേട്ട് താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് സ്നേഹത്തോടെ ഉപദേശിക്കാൻ തന്റെ അച്ഛന് മാത്രമേ കഴിയൂ. നാട്ടിൽ ഒന്ന് പോകാൻ കഴിഞ്ഞെങ്കിൽ. അത്താഴം കഴിഞ്ഞ് അടുക്കള പൂട്ടാൻ ജാനകിയോട് പറഞ്ഞിട്ട് കമല ഉറക്കറയിലേക്ക് നടന്നു. ഭർത്താവ് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവൾ അടുത്തു ചെന്നിരുന്നു. അയാൾ അവളെ നോക്കി ചിരിച്ച് കവിളിൽ മെല്ലെ തട്ടിക്കൊണ്ട് ചോദിച്ചു, ഇന്നത്തെ അധ്വാനം കഴിഞ്ഞോ? അവൾ ചിരിച്ചുകൊണ്ട് മൂളി. പിന്നെ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? സാധിച്ചു തരാമെന്ന് വാക്ക് തരണം. നിന്റെ സ്വന്തം കാര്യമാണെങ്കിൽ സാധിച്ചു തരാം. എന്റെ സ്വന്തം കാര്യം തന്നെ. ഭാര്യയുടെ കാര്യം സാധിച്ചു തന്നില്ലെങ്കിൽ പിന്നെ സദാനന്ദന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താ? അയാൾ അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അയാളുടെ കൈത്തണ്ടിയിൽ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു, വീട്ടിൽ നിന്ന് കത്തുണ്ടായിരുന്നു. അമ്മയ്ക്ക് നല്ല സുഖമില്ലെന്ന് എഴുതിയിരുന്നു. വലിയ അസുഖമൊന്നുമില്ല, എങ്കിലും വയസ്സായിരിക്കുകയല്ലേ. എനിക്കൊന്ന് ചെന്ന് എല്ലാവരെയും കാണണമെന്നുണ്ട്. ഒരു ദിവസത്തേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകാമോ? ഒറ്റ ദിവസത്തേക്ക് മതി. അത്രയുള്ളോ? അതിനെന്താ പ്രയാസം? കാറുണ്ടല്ലോ നമുക്കിപ്പോൾ. പക്ഷെ എനിക്ക് വരാൻ ഇപ്പോൾ അല്പം അസൗകര്യമുണ്ട്. നീ പോയി വാ, നമ്മുടെ ഡ്രൈവർ അമ്മാവനെ ഇടപാട് ചെയ്യാം.
കൊണ്ടുപോകാൻ അയാളാകുമ്പോൾ ഭയപ്പെടാനൊന്നുമില്ല. കാറ് മുറ്റത്ത് ലാഞ്ചുവട്ടിൽ ഇട്ടാൽ മതി. സഹോദരങ്ങളെയും കൊണ്ട് വേണമെങ്കിൽ കാറിൽ അവിടെയൊക്കെ ഒന്ന് കറങ്ങ്. അമ്പലങ്ങളിലോ മറ്റോ. അവർക്കും സന്തോഷമായിരിക്കും. പക്ഷെ പിറ്റേന്ന് വൈകുന്നതിനകം ഇങ്ങെത്തണം. നീ കൂടെയില്ലാത്ത ഒറ്റ രാത്രി പോലും കഴിയാൻ എനിക്ക് വയ്യ. നിന്റെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് കരുതി ഒരു രാത്രി സഹിക്കാമെന്ന് വെച്ചെന്നേയുള്ളൂ. അയാൾ അവളുടെ കഴുത്തിലൂടെ കൈകൾ ചുറ്റിയിട്ട് പറഞ്ഞു. ഞാൻ പിറ്റേന്ന് തന്നെ മടങ്ങാം. അവൾ സന്തോഷത്തോടെ പറഞ്ഞു. എന്നാ പോകേണ്ടത് നിനക്ക്? നാളെ പോകട്ടെ. അവിടെ എത്തുമ്പോൾ സന്ധ്യയാവും. മറ്റന്നാൾ സന്ധ്യയ്ക്ക് മുമ്പ് ഇങ്ങെത്താം. അയാൾ സമ്മതിച്ചു. ഭർത്താവ് തന്നെ എത്രയേറെ സ്നേഹിക്കുന്നുണ്ട് എന്നവൾ ഓർത്തു. പക്ഷേ ഈ സ്നേഹത്തെ നിഷ്പ്രഭമാക്കുന്ന സ്വാർത്ഥതയും ധനമോഹവും അദ്ദേഹത്തിനുണ്ടല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് വിഷമം തോന്നി. അയാൾ പറഞ്ഞു. ഒരു കാര്യം കൂടി നീ ചെയ്യ്. സീമന്തിനിയുടെ കല്യാണത്തിന് ക്ഷണിക്കുകയും ചെയ്യ്. പിന്നെ അതിനായിട്ട് പോകണ്ടല്ലോ. ക്ഷണക്കത്ത് വലിയേട്ടൻ പിന്നാലെ അയക്കുന്നുണ്ടെന്ന് പറയണം. അതോ ഞാൻ തന്നെ പോയി വിളിച്ചില്ലെന്ന പരിഭവം കാണുമോ നിന്റെ അച്ഛന്? ജോലി തിരക്ക് കാരണമാണ് വരാത്തതെന്ന് പറയാം. അച്ഛൻ അങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് പരിഭവിക്കുന്ന കൂട്ടത്തിലല്ല. അവൾക്ക് ആശ്വാസമായി. നാളെ ജന്മഗൃഹത്തിലേക്ക് പോകാമല്ലോ എന്ന സന്തോഷം മറ്റുള്ള ചിന്തകൾക്ക് നേതൃത്വം നൽകി. നാളത്തെ പ്രഭാതം തുടങ്ങുന്നതും കാത്ത് അവൾ നിദ്രയിലേക്ക് വഴുതി വീണു. അധ്യായം 26. കമല പതിവിലും നേരത്തെ ഉണർന്നു. ചാവടിയിൽ ചെന്ന് നാട്ടിലേക്ക് പോകുന്ന കാര്യം ചെറിയമ്മയെയും സീമന്തിനെയും അറിയിച്ചു. ചെറിയമ്മ അവളുടെ തല തഴുകിക്കൊണ്ട് പറഞ്ഞു. പോയി വാ, പോയി അച്ഛനമ്മമാരെ കണ്ടിട്ട് വരൂ. പാവം, എത്ര നാളായി കമല അവരെയൊക്കെ കണ്ടിട്ട്. അല്ലേ, നാളെ തന്നെ തിരിച്ചു വരുമല്ലോ. നാളെ തന്നെ വരണേ കമലേ? തീർച്ചയായും നാളെ തന്നെ വരും. ചെറിയമ്മ ചോദിച്ചു. ഇവളുടെ കല്യാണം നടത്തുമെന്നൊക്കെ മൂത്തവൻ പറഞ്ഞത് എന്നെ പേടിപ്പിക്കാനാ അല്ലേ? ഇവൾ പറഞ്ഞു അതൊക്കെ വെറുതെ പറഞ്ഞതായിരുന്നു എന്ന്. കമല ആണെന്നോ അല്ലെന്നോ പറയാതെ വെറുതെ മൂളിയതേയുള്ളൂ. ഏട്ടത്തിയമ്മമാർ മംഗലാപുരത്ത് പോകാനുള്ള ഒരുക്കത്തിലാണ്. പ്രാതൽ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയേട്ടത്തിയമ്മ കമലയോട് വീണ്ടും ചോദിച്ചു. കമല വരുന്നോ മംഗലാപുരത്തേക്ക്? ഞാൻ ഒരിക്കൽ കൂടെ വിളിക്കുകയാണ്. വരുന്നെങ്കിൽ വേഗം പുറപ്പെട്. പക്ഷെ 2 ദിവസം കഴിഞ്ഞേ തിരിച്ചു വരികയുള്ളൂ. അവിടെ ജയയുടെ വീട്ടിൽ 2 ദിവസം തങ്ങും. കമല വരൂ. എന്റെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ. ജയേട്ടത്തിയമ്മ നിസ്സംഗത വെടിയാതെ തന്നെ പറഞ്ഞു. കമല പറഞ്ഞു. ഞാൻ വരുന്നില്ല. ഇവിടെ ആരെങ്കിലും വേണ്ടേ? അപ്പച്ചിക്കും ചെറിയമ്മയ്ക്കും സുഖമില്ലല്ലോ. നിങ്ങൾ പോയി വരൂ. ഞാൻ ഇന്ന് ഒരു വേള എന്റെ വീട്ടിൽ പോകും. അമ്മയ്ക്ക് നല്ല സുഖമില്ലത്രേ. ഒന്ന് കണ്ടിട്ട് നാളെ തന്നെ ഇങ്ങും മടങ്ങും. വലിയേട്ടത്തിയമ്മ പട്ടുചേല ചുറ്റി മുകളിൽ നിന്നിറങ്ങി വന്നു. ആവശ്യത്തിലധികം ആഭരണങ്ങൾ അണിഞ്ഞതിന്റെ ഭംഗിക്കുറവ് അവരിൽ എഴുന്നു നിൽക്കുന്നു. അവർ പടിഞ്ഞാറേ മുറ്റത്ത് നിന്ന് രാമദാസനെ ഉറക്കെ വിളിച്ചു. രാമദാസൻ ഓടിയെത്തി. മുകളിൽ എന്റെ മുറിയുടെ മുന്നിൽ 2 പെട്ടികളുണ്ട്, എടുത്തുകൊണ്ട് കാറിൽ വെക്ക്. അയാൾ തല കുലുക്കിക്കൊണ്ട് മുകളിലേക്ക് ഓടി. ജയേട്ടത്തിയമ്മ കുഞ്ഞിനെയും കൊണ്ട് താഴെ ഇറങ്ങി. ആവശ്യത്തിനുള്ള ആഭരണങ്ങളെ അവർ അണിഞ്ഞിട്ടുള്ളൂ. കടും ചുവപ്പ് സാരിയിൽ അവർ ഒരു ചെമ്പരത്തിപ്പൂ പോലെ ശോഭിക്കുന്നു. കാലിലെ പുതിയ സ്വർണ്ണ കൊലുസ് കാണത്തക്കവണ്ണം ലേശം ഉയർത്തിയാണ് അവർ സാരി ഉടുത്തിരിക്കുന്നത്. രാമദാസൻ പെട്ടികളുമായി ഇറങ്ങിയപ്പോൾ അവർ യാത്ര പറഞ്ഞിറങ്ങി. വലിയേട്ടൻ കാറിനുള്ളിൽ കാത്തിരിക്കുകയായിരുന്നു. എന്തൊരാഹ്ലാദമാണ് എല്ലാവരുടെയും മുഖത്ത്. സ്വത്ത് കൈയടക്കി വെക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയുടെ ജീവിതം ഹോമിക്കാൻ പോകുന്നതിന്റെ ആഹ്ലാദം. അമ്മമ്മ പറഞ്ഞതുപോലെ സ്വത്തിനു വേണ്ടിയുള്ള ക്രൂരപ്രവൃത്തികൾ ഭൂമിയിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. സ്വത്തിനു വേണ്ടി സഹോദരങ്ങളെ കൊല്ലാൻ അരക്കില്ലം ഒരുക്കിയ പാരമ്പര്യമുണ്ടല്ലോ നാടിന്. ആ പാരമ്പര്യത്തിന്റെ ഒരു ഉപശാഖ തേക്കുംകാട് മഠത്തിലും വളർന്നിട്ടുണ്ട്. സദാനന്ദൻ ജോലിക്ക് പോകാൻ ഇറങ്ങവേ പറഞ്ഞു. ഞാൻ ഉടനെ ഡ്രൈവറെ പറഞ്ഞു വിടാം. നീ റെഡിയായി നിൽക്ക്. നാളെ വൈകിട്ട് ഞാൻ കടയിൽ നിന്നും ഇവിടെ വരുമ്പോൾ നീ ഇവിടെ ഉണ്ടായിരിക്കണം. കമല പറഞ്ഞു. ചെറിയമ്മയ്ക്ക് സുഖമുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും കൊണ്ടേ വീട്ടിൽ പോകുമായിരുന്നുള്ളൂ. സാരമില്ല, ഏട്ടത്തിയമ്മ വേഗം ഇങ്ങു വന്നാൽ മതി. ഏട്ടത്തിയമ്മ ഇവിടെ ഇല്ലെങ്കിൽ എനിക്കെന്തോ വല്ലാത്ത വിഷമമാ. അവളുടെ ശബ്ദത്തിൽ ദൈന്യത നിറഞ്ഞു നിന്നിരുന്നു. ചെറിയമ്മ ചാവടി വരാന്തയിൽ നിന്ന് നോക്കുന്നത് കണ്ടു. കമല കൈവീശി കാണിച്ചു. കാറിലിരുന്ന് വഴിയോരത്തെ കാഴ്ചകൾ കാണുന്നതോടൊപ്പം അവൾ പലതും ചിന്തിച്ചു കൊണ്ടിരുന്നു. വീടിനു മുന്നിൽ കാർ നിർത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കാറായിരുന്നു.
ഗേറ്റിലൂടെ കടന്ന് കാർ മുറ്റത്തെ പ്ലാവിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ അനുജനും അനുജത്തിയും അച്ഛനും ആരാണ് വരുന്നതെന്നുള്ള ആകാംക്ഷയോടെ പുറത്തിറങ്ങി വന്നു. വായിച്ചുകൊണ്ടിരുന്ന പേപ്പർ അച്ഛന്റെ കയ്യിൽ അതേപടി ഉണ്ടായിരുന്നു. പിന്നിൽ അമ്മയും വരാന്തയിൽ ഇറങ്ങി എത്തി നോക്കി. അമ്മയുടെ കയ്യിൽ തുളസിത്തറയിൽ കത്തിക്കാനുള്ള ദീപവും ഉണ്ട്. കമല ചിരിച്ചുകൊണ്ട് കാറിൽ നിന്നിറങ്ങിയപ്പോൾ സഹോദരങ്ങൾ ആഹ്ലാദത്തോടെ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അല്ലേ, നീയായിരുന്നോ മോളെ? നീ ഒറ്റയ്ക്ക് വന്നുള്ളൂ? സദാനന്ദൻ വന്നില്ലേ? അച്ഛൻ ചോദിച്ചു. ഇല്ല. അമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്നത് അവൾ കണ്ടു. അമ്മ വരാന്തയിൽ നിന്ന് അകത്തേക്ക് എത്തി നോക്കി. അമ്മമ്മയോട് വിളിച്ചു പറഞ്ഞു. കമല വന്നു. ചേച്ചി, കാർ ആരുടേതാ? ചേട്ടന്റെ കാർ തന്നെ. സ്വന്തമോ? കുട്ടികളുടെ മുഖത്ത് സന്തോഷത്തിന്റെ വലിയ വലിയ അലകൾ രൂപം കൊണ്ടു. ഒരു കാർ സ്വന്തമായി ഉണ്ടാവുക എന്നത് തന്റെ വീട്ടിലുള്ളവർക്ക് സ്വപ്നത്തിൽ പോലും കാണുന്നതിന് അപ്പുറമുള്ള ഒരവസ്ഥയാണ്. അവൾ ചോദിച്ചു, പോകണോ നിങ്ങൾക്ക് കാറിൽ കയറി അമ്പലത്തിലേക്കോ വെറുതെ കറങ്ങാനോ മറ്റോ? ഞാൻ ഡ്രൈവറോട് പറയാം നിങ്ങളെ കൊണ്ടുപോകാൻ. ഒക്കെ പിന്നെ മതി, നീ അകത്തു വാ, അച്ഛൻ പറഞ്ഞു. അമ്മമ്മയും വരാന്തയിൽ ഇറങ്ങി വന്നു. കമല അമ്മമ്മയുടെ പാദം തൊട്ട് നമസ്കരിച്ചു. അമ്മമ്മയ്ക്ക് അസുഖം കുറവുണ്ടോ? എന്തോന്ന് അസുഖം? വെറും ഒരു നിർദോഷമായിരുന്നില്ലേ? അതങ്ങ് പോയി. തന്റെ ചെറിയ വീട്ടിലെ അടുക്കളയിൽ എല്ലാവരും ഒത്തിരുന്ന് സംസാരിച്ചപ്പോൾ താൻ ഏതോ സ്വർഗത്തിലിരിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. മനസ്സിന് ഒരു തൂവലിന്റെ ലാഘവം. അമ്മ പറഞ്ഞു, ഇന്ന് നിനക്കിഷ്ടമുള്ള ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് വത്സൻ. അത് കഴിക്കാൻ നീ ഇവിടെ ഇല്ലല്ലോ എന്ന് ഞാൻ ഓർക്കുകയും ചെയ്തു. മനസ്സിൽ നിരൂപിച്ച കണക്ക് നീ ഇങ്ങ് എത്തിയല്ലോ, അതാണ് എനിക്ക് അത്ഭുതം. ഡ്രൈവർക്ക് കാപ്പിയും പലഹാരവും കൊടുത്ത് സൽക്കരിച്ചതിന് ശേഷം അച്ഛനും അടുക്കളയിൽ വന്നിരുന്നു. അമ്മമ്മ ചോദിച്ചു, പിന്നെ എന്തൊക്കെയുണ്ട് കമലു വിശേഷം? സദാനന്ദൻ എന്തേ വരാത്തത്? എപ്പോഴും വലിയ തിരക്കാണ് അമ്മമ്മേ. അച്ഛൻ പറഞ്ഞു, അവർ ബിസിനസ്സുകാരല്ലേ, ഞങ്ങളെപ്പോലെ ലീവ് എടുക്കാനൊന്നും അവർക്ക് പറ്റില്ലമ്മേ. ബിസിനസ് എന്ന് വെച്ചാൽ അങ്ങനൊക്കെയാ. കമല താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. ഉണ്ട്, ഒരു വിശേഷമുണ്ട്. അത് നിങ്ങളെ കൂടെ അറിയിക്കാനാ വന്നത്. എന്റെ ഇളയ നാത്തൂൻ സീമന്തിനി ഇല്ലേ, അദ്ദേഹത്തിന്റെ ചെറിയമ്മയുടെ മകൾ, അവളുടെ കല്യാണം ഉറച്ചു. അത് നന്നായി. ഇനി അവളും കൂടിയല്ലേ ഉള്ളൂ കല്യാണം കഴിച്ചയക്കാൻ, അച്ഛൻ പറഞ്ഞു. കമല പറഞ്ഞു, വലിയ സങ്കടമാണച്ച അവളുടെ കാര്യം. വരൻ ആരെന്നോ? ഞാൻ പറഞ്ഞിട്ടില്ലേ, ചായ്പിൽ ഒരു അപ്പച്ചി കഴിയുന്നുണ്ട്, അവരുടെ മകൻ ഒരു മന്ദബുദ്ധി ഉണ്ടെന്ന്. അയാൾ. അയ്യോ കഷ്ടം. അതെന്താ അങ്ങനെ തീരുമാനിച്ചത് കുഞ്ഞെ? അമ്മ അത്ഭുതത്തോടെ ചോദിച്ചു. അവളുടെ ജാതകത്തിൽ വലിയ ദോഷമുണ്ടെന്നാണ് വലിയേട്ടൻ പറയുന്നത്. പക്ഷെ അത് വെറും കള്ളമാണച്ച. ചെറിയമ്മയുടെ പേരിലുള്ള സ്വത്തിന്റെ അവകാശി അവളാണ്. സ്വത്ത് കയ്യിൽ നിന്നും പുറത്തു പോകാതിരിക്കാൻ കണ്ട മാർഗമാണ്. എന്നിട്ട് സദാനന്ദനും അത് ശരിവെച്ചോ കുട്ടി, അച്ഛൻ ചോദിച്ചു. അവർ ആണുങ്ങൾ 3 പേരും ഒറ്റ കൈയായി നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ, അമ്മമ്മ പറഞ്ഞു. അയ്യോ, അത് വലിയ കഷ്ടമായി പോയി. എന്ത് ചെയ്യാൻ? ചില വലിയ തറവാടുകളിൽ സ്വത്ത് കൈയടക്കി വെക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ആ മംഗളമഠത്തിലെ വിലാസിനിയെ ആ അപസ്മാര രോഗിയെ കൊണ്ട് കെട്ടിച്ചത് സ്വത്തിനു വേണ്ടിയല്ലേ? മഹാപാപം തന്നെ, കമല പറഞ്ഞു. ആ കുട്ടിയാണെങ്കിൽ ഒരു പാവം കുട്ടി, നമ്മുടെ പൂജാമുറിയിലെ ദുർഗയെ പോലെ സുന്ദരി, പൊന്നു പോലെയുള്ള സ്വഭാവം. അദൃഷ്ടം അദൃഷ്ടം, അമ്മമ്മ പറഞ്ഞു. അമ്മ താടിക്ക് കൈയും കൊടുത്ത് സഹതാപത്തോടെ കേട്ടുകൊണ്ടിരുന്നു. കമല പറഞ്ഞു, ഏട്ടത്തി അമ്മമാർ ഇന്ന് മംഗലാപുരത്ത് പോയിരിക്കുക, മുഹൂർത്ത ചേല വാങ്ങാനും മംഗല്യസൂത്രത്തിനുള്ള സ്വർണം കൊടുക്കാനും മറ്റും. ഈശ്വര, എങ്കിലും ഇതൊരു കടന്ന കൈയായി പോയി. നിനക്കെങ്കിലും ധൈര്യമായി പറയാമായിരുന്നില്ലേ മോളെ, ആ പെണ്ണിന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കരുതെന്ന്? അത് പറഞ്ഞത് അച്ഛനാണ്. ഞാൻ പറഞ്ഞു, പക്ഷെ ആരും ഗൗനിക്കുന്നില്ല അച്ഛ, എല്ലാം വിധി, അമ്മമ്മ പറഞ്ഞു. അച്ഛൻ കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. എന്ത് വിധി അമ്മേ? സ്വന്തം കയ്യിൽ വിസർജിച്ചിട്ട് അത് വിധിയാണെന്ന് പറയുന്നത് പോലെയായത്. കമല പറഞ്ഞു. കല്യാണത്തിന് എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കാമെന്ന് പറഞ്ഞാണ് എന്നെ അയച്ചത്. വലിയേട്ടൻ കല്യാണക്കത്ത് പിന്നാലെ അയക്കുമെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ അച്ഛനോട് മാത്രമേ പറയാനൊക്കൂ. അമ്മമ്മയുടെയും അമ്മയുടെ മനസ്സിൽ രഹസ്യം അധിക നാൾ തങ്ങി നിൽക്കില്ല. കുട്ടികളെ കാറിൽ കയറ്റി എങ്ങോട്ടെങ്കിലും കറങ്ങി വരാൻ ഡ്രൈവറോട് പറഞ്ഞു. അമ്മമ്മയും അമ്മയും അടുക്കളയിൽ അത്താഴം ഒരുക്കുന്ന തിരക്കിലാണ്. അച്ഛൻ പൂമുഖത്തിരുന്ന് വായിക്കുകയാണ്. കമല അച്ഛന്റെ അടുത്ത് ചെന്നിരുന്ന് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു.
അച്ഛാ, എനിക്ക് അച്ഛനോട് ഒരു കാര്യം ആലോചിക്കാനുണ്ട്. അത് മറ്റാരും അറിയണ്ട. അച്ഛന്റെ ഉപദേശത്തിന് വേണ്ടിയാണ് ഞാൻ ഓടി വന്നത്. എന്താണ് മോളെ, പറ. അവൾ പറഞ്ഞു. സീമന്തിനിയെ ആ മന്ദബുദ്ധിയെ കൊണ്ട് കെട്ടിക്കുന്നത് കഷ്ടമല്ലേ അച്ഛാ? എനിക്കത് ഒട്ടും പൊറുക്കാൻ പറ്റണില്ല. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹമോ മറ്റുള്ളവരോ അത് ചെവിക്കൊള്ളാൻ പോലും തയ്യാറല്ല. എന്നോട് വലിയ സ്നേഹമാണ് അദ്ദേഹത്തിന്. പക്ഷേ സ്വത്തിന്റെ കാര്യത്തിൽ സ്വാർത്ഥതയുണ്ട്. ആ കുട്ടിയോടും ചെറിയമ്മയോടും വല്ലാത്ത പെരുമാറ്റമാണ് എല്ലാവരും കാണിക്കുന്നത്. പക്ഷേ അവരങ്ങനെ തീരുമാനിച്ചാൽ നിനക്കെന്ത് ചെയ്യാൻ പറ്റും കുട്ടി? ഒരു മാർഗമുണ്ടച്ചാ. പക്ഷേ ആ മാർഗം ഞാൻ ധൈര്യത്തോടെ സ്വീകരിക്കട്ടെ എന്ന് അച്ഛനോട് ചോദിക്കാൻ വന്നതാണ്. അത് ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്നെനിക്കറിയില്ല. എന്താണ് മോളെ അത്, പറ. രവീന്ദ്രനെ കുറിച്ചും അയാളും സീമന്തിനിയും പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ടെന്നും മറ്റും കമല വിശദമായി അച്ഛനെ അറിയിച്ചു. അവൾ തുടർന്നു. ഞാൻ രവീന്ദ്രനെ ചെന്ന് കണ്ടു. സീമന്തിനിയെയും കൊണ്ട് നാട് വിടണമെന്നും എവിടെയെങ്കിലും ചെന്ന് വിവാഹം കഴിക്കണമെന്നും ഞാൻ പറഞ്ഞു. അത് തെറ്റാണോ അച്ഛാ? അവളെ രക്ഷിക്കാൻ മറ്റു മാർഗമൊന്നും ഞാൻ കാണുന്നില്ല. അച്ഛൻ ഒരു മറുപടിക്ക് വേണ്ടി അല്പം പോലും ആലോചിച്ചില്ല. ഈ കല്യാണം നടത്താതിരിക്കാൻ ശ്രമിക്കാവുന്നതിന്റെ പരമാവധി നീ ശ്രമിച്ചു. എന്നിട്ടും അവർ അത് നടത്താൻ തന്നെയാണ് ഭാവമെങ്കിൽ ഈ മാർഗം സ്വീകരിച്ചേ പറ്റൂ. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന് വേണ്ടിയല്ലേ? സാരമില്ല, ചില കാര്യങ്ങളിൽ അധർമ്മമായിരിക്കും മോളെ ധർമ്മമായി ഭവിക്കുന്നത്. കമലയുടെ മനസ്സിൽ ആശ്വാസത്തിന്റെ വെളിച്ചം പാറി വീണതുപോലെ. ഇനി തനിക്ക് ഭയമില്ല, ചാഞ്ചല്യമില്ല. മനസ്സിന് പർവ്വതത്തിന്റെ ഉറപ്പ് കിട്ടിയതുപോലെ, അന്ധകാരത്തിലേക്ക് പെട്ടെന്ന് സൂര്യൻ ഉദിച്ചിറങ്ങിയതുപോലെ. അച്ഛൻ ഒരു താക്കീതെന്നോണം പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, നീയാണ് ഈ ഒളിച്ചോട്ടത്തിന് ധൈര്യം കൊടുത്തതെന്ന കാര്യം ഒരിക്കലും അവിടെ മറ്റാരും അറിയരുത്. സദാനന്ദന് അതിന്റെ ഒരു സൂചന പോലും കിട്ടരുത്. അങ്ങനെ സംഭവിച്ചാൽ അത് നിങ്ങളുടെ ജീവിത ബന്ധത്തിന് ഉലച്ചിലുണ്ടാകും. അത് വേറെ പല ദുരന്തങ്ങൾക്കും ഒരു വേള വഴിതെളിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം പ്രവർത്തിക്കാൻ. അവൾ അച്ഛൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. അച്ഛൻ ചോദിച്ചു, പക്ഷേ അവർക്ക് കഴിയാൻ പണം വേണ്ടേ? അതാണച്ചാ വേറൊരു പ്രശ്നം. രവീന്ദ്രന്റെ കയ്യിൽ പണമില്ലെന്ന കാര്യം അയാൾ തുറന്നു പറഞ്ഞു. കുറച്ചു മാസങ്ങളെങ്കിലും കഴിയാനുള്ള പണം അവരെ ഏൽപ്പിക്കണ്ടേ? വേണം. അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. പണമായിട്ടൊന്നുമില്ല, കുറെ ആഭരണങ്ങളുണ്ട്. എങ്കിൽ അത് കൊടുക്കണം. വിറ്റ് കാശാക്കാൻ പറയണം. അച്ഛൻ അല്പനേരം ആലോചിച്ചു കൊണ്ടിരുന്നു. പിന്നെ എന്തോ ഉറപ്പുവരുത്താൻ എന്തോണം വീണ്ടും ചോദിച്ചു. ആ പെൺകുട്ടിക്ക് അയാളെ പൂർണ്ണ വിശ്വാസമുണ്ടോ? അവൾ വഴിയാധാരമായി പോകാൻ ഇടയാവില്ലല്ലോ. രവീന്ദ്രൻ അവളെ സംരക്ഷിക്കും, ഉറപ്പാണ്. എങ്കിൽ ഇത് തന്നെ മാർഗം. അവർ എങ്ങോട്ട് പോകും, എവിടെ താമസിക്കും എന്നൊക്കെ ഓർക്കുമ്പോൾ ആകെ ഭയം തോന്നുന്നു അച്ഛാ. സ്വന്തം തല തടവിക്കൊണ്ട് അച്ഛൻ കുറെ നേരം മൗനിയായിരുന്നു. എന്തെങ്കിലും ആഴത്തിൽ ചിന്തിക്കുമ്പോൾ അച്ഛൻ സ്വന്തം തല തടവുക പതിവാണ്. അവൾ അച്ഛന്റെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു. അച്ഛൻ എന്താണ് ആലോചിക്കുന്നത്? എനിക്കൊരു മാർഗം തോന്നുന്നുണ്ട്. അങ്ങനെ ചെയ്താലോ എന്ന് ആലോചിക്കുകയായിരുന്നു. കമല ചോദ്യഭാവത്തിൽ അച്ഛന്റെ മുഖത്ത് നോക്കി. അകത്തു നിന്നും അമ്മമ്മയും അമ്മയും പൂമുഖത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അച്ഛൻ സ്വരം താഴ്ത്തി പറഞ്ഞു, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. അധ്യായം 27. അത്താഴം കഴിഞ്ഞ് അമ്മയോട് ഏറെ നേരം സംസാരിച്ചു കൊണ്ട് കിടന്നു. അമ്മമ്മ പണ്ട് മുതൽക്കേ നേരത്തെ ഉറങ്ങുന്ന കൂട്ടത്തിലാണ്. അച്ഛൻ പൂമുഖത്തിരുന്ന് എന്തോ വായിക്കുകയാണ്. അമ്മയും ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ കമല പൂമുഖത്തേക്ക് ചെന്നു. നീ ഉറങ്ങിയില്ലായിരുന്നോ മോളെ? ഇല്ല, എനിക്ക് നാളെ തന്നെ മടങ്ങണം അച്ഛാ. 2 ദിവസം തികച്ചും താമസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു. സാരമില്ല മോളെ, ഭർതൃഗൃഹത്തിൽ ചെന്നാൽ പിന്നെ അങ്ങനെയൊക്കെയാ. ഭർത്താവിന്റെ ഇഷ്ടപ്രകാരമല്ലേ നിനക്ക് ചെയ്യാനൊക്കൂ? അവൾ ചോദിച്ചു. അച്ഛൻ നേരത്തെ എന്നോട് എന്തോ പറയാൻ തുടങ്ങിയതാണല്ലോ. പറയാം. ആ പെൺകൊച്ചും പയ്യനും എവിടെ താമസിക്കും എന്ന് നീ പറഞ്ഞില്ലേ? എനിക്കൊരു ബുദ്ധി തോന്നുന്നു. കുടമാളൂർക്കടുത്ത് നിന്റെ മുത്തശ്ശിയുടെ ഒരു പഴയ വീടുള്ളത് നിനക്കറിയില്ലേ? അവിടെ വാടകക്കാര് താമസിക്കുകയാണല്ലോ. ഇല്ലില്ല, കുറെ നാളായി അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. കുഗ്രാമം പോലെയാ ഇപ്പോഴും അവിടം. തറവാട്ട് വക ഒരു കാവുണ്ടല്ലോ അടുത്ത്. ആ കാവിലെ നാഗദൈവങ്ങൾക്ക് പൂജ മുടക്കാതിരിക്കാൻ ഒരു പുരോഹിത കുടുംബത്തെയാണ് അവിടെ പാർപ്പിച്ചിരുന്നത്. പണ്ട് നാഗപഞ്ചമിയുടെ അന്ന് ചെറിയ തോതിൽ ഒരു ഉത്സവവും നടത്താറുണ്ടായിരുന്നു എന്റെ അച്ഛൻ.
നാഗമഠം എന്നാണല്ലോ ആ വീടിന്റെ പേര് തന്നെ. പുരോഹിതന്റെ മകൾക്ക് ജോലിയായപ്പോൾ അവരൊക്കെ അവിടുന്ന് മാറിപ്പോയി. പിന്നെ ഇതുവരെ ആരും അവിടെ താമസിക്കാൻ വന്നില്ല. ആര് വരാനാ ആ കുഗ്രാമത്തിൽ താമസിക്കാൻ? ഒന്നിനും ഒരു സൗകര്യവുമില്ലാത്ത പ്രദേശം. എന്തു വാങ്ങാനും 3-4 മൈൽ നടന്ന് പട്ടണത്തിൽ വരേണ്ടി വരും. ആ വീട്ടിൽ വേണമെങ്കിൽ അവർ തൽക്കാലം താമസിക്കട്ടെ, വാടകയൊന്നും വേണ്ടെന്ന് പറ. കമലയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഭീമാകാരമായ എന്തോ ഒന്ന് പെട്ടെന്ന് മുന്നിൽ നിന്ന് അലിഞ്ഞില്ലാതായതുപോലെ അവൾ ആശ്വാസത്തോടെ പറഞ്ഞു, അത് മതി അച്ഛാ. അങ്ങനെയുള്ള സ്ഥലമാണ് ഇപ്പോൾ അവർക്ക് ആവശ്യം. അവർ പോയെന്നറിയുമ്പോൾ വലിയേട്ടനും മറ്റും എന്ത് നടപടി സ്വീകരിക്കുമെന്നറിയില്ല. കുറെ നാളത്തേക്കെങ്കിലും അവരെവിടെയാണെന്ന് ആരും അറിയരുത്. അച്ഛൻ എഴുന്നേറ്റ് മുറിയിൽ ചെന്ന് അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഒരു പഴയ താക്കോൽ കമലയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ വീടിന്റെ താക്കോൽ, സൂക്ഷിച്ചു വെക്ക്. ഇതൊന്നേയുള്ളൂ. അല്പ എണ്ണ തേച്ച് ആ തുരുമ്പൊക്കെ കളയണം. അച്ഛൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ആരും അറിയരുത്. നീയാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. ഭർത്താവ് അറിഞ്ഞാൽ നിന്റെ കുടുംബ സമാധാനം അവതാളത്തിലാകും. വളരെ കരുതലോടെ വേണം മുന്നോട്ടുള്ള നീക്കം. എനിക്കറിയാം അച്ഛാ. രവീന്ദ്രന് കൊടുക്കാൻ വീടിന്റെ മേൽവിലാസവും മറ്റും എഴുതിയ ഒരു കടലാസ് തുണ്ട് അച്ഛൻ കമലയെ ഏൽപ്പിച്ചു. ഇനി ചെന്ന് കിടക്ക്. നാളെ പോകേണ്ടതല്ലേ നിനക്ക്? കമല വളരെ നേരം ഉറങ്ങാതെ കിടന്നു. അച്ഛന്റെ ഉപദേശവും സഹായവും കിട്ടിയപ്പോൾ മനസ്സിന് ലാഘവവും കൈവന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥതയുടെ കൊച്ചു കൊച്ചോളങ്ങൾ ഉള്ളിൽ രൂപം കൊള്ളുന്നു. സീമന്തിനിയെ രവീന്ദ്രന്റെ അടുത്ത് എത്തിക്കുന്നത് വരെ തനിക്ക് സമാധാനം കാണില്ല. അച്ഛൻ പറഞ്ഞതുപോലെ തനിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് അവിടെ ആരും അറിയാൻ ഇടയാകരുത്. ഉണർന്നപ്പോൾ നേരം ഏറെ വെളുത്തിരുന്നു. അമ്മമ്മ കുളി കഴിഞ്ഞ് ജപിക്കാൻ തുടങ്ങി. അമ്മ അടുക്കളയിൽ ജോലി തിരക്കിലാണ്. പ്രാതൽ കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കം തുടങ്ങി. അമ്മ പറഞ്ഞു, ഒരു കൊച്ചു ഭരണിക്കകത്ത് കണ്ണിമാങ്ങ അച്ചാറും ഒരു പാത്രത്തിൽ ചക്ക വരട്ടിയതും എടുത്ത് കാറിനുള്ളിൽ വെച്ചിട്ടുണ്ട്. വേറൊന്നുമില്ല മോളെ തരാൻ. നിനക്ക് ഇന്ന് തന്നെ പോകണമല്ലോ. അല്ലെങ്കിൽ സദാനന്ദിന് വേണ്ടി കുറച്ച് മധുര പലഹാരങ്ങൾ ഒരുക്കി തരാമായിരുന്നു. സാരമില്ല, ഇത് ധാരാളം മതി. കണ്ണിമാങ്ങ അച്ചാറാണ് അദ്ദേഹത്തിന് മധുരത്തേക്കാൾ ഇഷ്ടം. അമ്മമ്മ ധ്യാനം മതിയാക്കി എഴുന്നേറ്റ് വന്നു. കമലു പോവുകയായി അല്ലേ? ഇനി എന്നാ കുട്ടി? ഇങ്ങനെ മിന്നല് പോലെയെങ്കിലും വന്ന് ഞങ്ങളെയൊക്കെ കാണണം കേട്ടോ. അവൾ സങ്കടത്തോടെ പുഞ്ചിരിച്ചു. ചേച്ചി ഇനി എന്ന് വരും? അനുജൻ ചോദിച്ചു. ഇതുപോലെ വരാം, ഏട്ടൻ അനുവദിക്കുമ്പോഴൊക്കെ. സദാനന്ദൻ വാങ്ങിയതാണോ കമലു ഈ കാറ്? അമ്മമ്മ ചോദിച്ചു. ഉവ്. അമ്മയുടെയും അമ്മമ്മയുടെയും കണ്ണുകളിൽ സന്തോഷത്തിന്റെ തിളക്കം. അമ്മമ്മ പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞതല്ലേ തേക്കുംകാട് മഠത്തിലെ മരുമകളായി പോകാൻ യോഗം വേണമെന്ന്. അവൾ ചിരിച്ചതേയുള്ളൂ. കാറിനടുത്ത് നടന്നപ്പോൾ അച്ഛൻ പതിവ് പോലെ കമലയുടെ തല തഴുകി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, സൗഭാഗ്യങ്ങൾ ഈശ്വരൻ തരുന്നതാണ് മോളെ. അച്ഛനൊന്നേ പറയാനുള്ളൂ, ഒരിക്കലും അഹങ്കരിക്കരുത്. ഈശ്വരനിൽ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നീ നിന്റെ പ്രവൃത്തിയിൽ വിശ്വസിച്ചാൽ മതി. അവൾ നിശബ്ദയായി അച്ഛനോട് യാത്ര ചോദിച്ചു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അനുജത്തിയെ അടുത്ത് വിളിച്ച് സമാധാനിപ്പിച്ച് കമല കാറിനുള്ളിൽ കയറി. കാറിന്റെ പിന്നിലെ കണ്ണാടിയിലൂടെ അവൾ പുറകോട്ട് നോക്കുകയായിരുന്നു. അച്ഛൻ കാർ അകലുന്നത് നോക്കി ഗേറ്റിങ്കൽ തന്നെ നിൽക്കുകയാണ്. കണ്ണിൽ നിന്നു മറയുന്നത് വരെ അവൾ നോക്കിയിരുന്നു. അച്ഛന്റെ മനസ്സ് എത്ര വിശാലമാണെന്ന് അവൾ ഓർത്തു. തേക്കുംകാട് മഠത്തിലെ ആണുങ്ങൾക്കില്ലാത്തത് അതാണ്. അവരുടെ മനസ്സിനുള്ളിലെ ഇടം എത്ര ഇടുങ്ങിയതാണ്. തന്റെ ഭർത്താവും അതിൽ നിന്നും വ്യത്യസ്തനല്ലല്ലോ എന്ന് അവൾ സങ്കടത്തോടെ ഓർത്തു. കാർ ഗേറ്റ് കടന്ന് തുളസിത്തറയ്ക്കടുത്ത് നിർത്തിയപ്പോൾ സീമന്തിനി ചാവടി വരാന്തയിൽ നിന്നും ഓടി വരുന്നത് കണ്ടു. അടുത്തെത്തിയപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നോക്കി ഇരിക്കുകയായിരുന്നു. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ ഏട്ടത്തിയമ്മേ? അനുജനും അനുജത്തിക്കുമൊക്കെ? അമ്മമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? സുഖമുണ്ട്. സീമന്തിനി അവൾക്ക് കാപ്പി തയ്യാറാക്കി കൊടുത്തു. അവൾ വല്ലാതെ ചടച്ചിട്ടുണ്ടെന്ന് കമല കണ്ടു. ഈയിടെയായി അവൾ ശരീരം തീരെ സൂക്ഷിക്കുന്നില്ല. അവൾ ഒരുങ്ങി നടക്കുന്നത് കണ്ടിട്ട് എത്രയോ ദിവസങ്ങളായി. കണ്ണുകൾ വാടിയിരിക്കുന്നു. നീ എന്തിനാ കുട്ടി ഇങ്ങനെ തിന്നാതെയും ഒരുങ്ങാതെയും നടക്കുന്നത്? നീ ക്ഷീണിച്ചു വരികയാണ്. ആഹാരം ചൊവ്വേ കഴിക്കാറില്ലേ നീ? കമല ചോദിച്ചു. ആഹാരം കഴിക്കുന്നുണ്ടല്ലോ ഞാൻ. പക്ഷേ എനിക്ക് മനസ്സിന് തീരെ സമാധാനമില്ല ഏട്ടത്തിയമ്മേ. ചെറിയമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ഉച്ച കഴിഞ്ഞതിന് ശേഷം 1000 തവണ ചോദിച്ചു ഏട്ടത്തിയമ്മ എത്തിയോ എന്ന്.
കാപ്പി കുടിച്ചു കഴിഞ്ഞ് കമല സീമന്തിനിയുടെ അടുത്ത് വന്ന് അവളുടെ ചുമലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരുങ്ങി സുന്ദരിയായി നടക്കണം. ഇനി എത്ര ദിവസം നിന്നെ എനിക്കിവിടെ കാണാൻ പറ്റും? വിവാഹത്തിന് ഇനി 3 ആഴ്ച പോലുമില്ല. അതിനു മുൻപ് ഒരു ദിവസം രവീന്ദ്രൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ നാളെ രവീന്ദ്രനെ കാണുന്നുണ്ട്, സീമന്തിനി പറഞ്ഞു. എനിക്ക് ആകെ ഭയം തോന്നുന്നു ഏട്ടത്തിയമ്മേ. എന്നെ കരുതിയല്ല. ഏട്ടത്തിയമ്മ ഇതിനു വേണ്ടി ഞങ്ങൾക്ക് നിന്നെന്നറിഞ്ഞാൽ സദാനന്ദേട്ടന് ഏട്ടത്തിയമ്മയോട് ദേഷ്യം തോന്നിയാലോ? ഈ ഭയം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. അത് ശരിയാണ്, ഏട്ടൻ അതറിഞ്ഞാൽ കുഴപ്പം തന്നെ. പക്ഷെ നീ വിഷമിക്കേണ്ട, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. ഭർത്താവ് വരുന്നത് കണ്ടപ്പോൾ കമല മുറിയിലേക്ക് നടന്നു. കമലയെ കണ്ടപ്പോൾ അയാളുടെ മുഖം പ്രകാശിച്ചു. എത്തിയോ എന്റെ ഭാര്യ? നീ അടുത്തില്ലായിരുന്നതിന്റെ അസ്വസ്ഥത ഇന്നലെ ഞാൻ ശരിക്കറിഞ്ഞു. ഇനി നിന്നെ ഒറ്റയ്ക്ക് വിടുന്ന പരിപാടിയേ ഇല്ല, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ ചോദിച്ചു, വിവാഹത്തിന് ക്ഷണിച്ചല്ലോ വീട്ടിലെല്ലാവരെയും? അവൾ തലകുലുക്കി. സുഖമാണോ നിന്റെ അമ്മമ്മയ്ക്ക്? ഞാൻ കൂടെ ചെല്ലാത്തതിൽ പരിഭവമുണ്ടോ അച്ഛനും മറ്റും? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ജോലി തിരക്ക് കാരണമാണ് ചെല്ലാത്തതെന്ന്. അമ്മമ്മയ്ക്ക് സുഖമുണ്ടിപ്പോൾ. ഇനി ഈ കല്യാണത്തിന്റെ ബഹളമൊക്കെ ഒന്ന് കഴിയട്ടെ, പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു സർക്കിട്ട് നടത്താം. ഗോവയിലും മറ്റും പോകാം. എന്താ? അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തലകുലുക്കി. രാത്രിയിൽ ഉറക്കം മുറിഞ്ഞുള്ളതായിരുന്നു. ചെറിയ ഉറക്കങ്ങളുടെ ഇടവേളകളിൽ ആകുല ചിന്തകളുടെ ഓളങ്ങൾ മനസ്സിനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഭർത്താവ് തന്നെ ഏറെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം. അദ്ദേഹമോ ഏട്ടന്മാരോ സ്വപ്നത്തിൽ പോലും നനയ്ക്കാത്ത ഒരു സംഭവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിനുള്ള കരുനീക്കം തന്റെ ഭാഗത്ത് നിന്നാണല്ലോ എന്നോർക്കുമ്പോൾ മനസ്സ് ഒരു നേരിപ്പോടായി മാറുന്നത് പോലെ. പക്ഷെ തനിക്കത് ചെയ്തേ പറ്റൂ. സീമന്തിനിയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു മാർഗവും കാണാത്ത സ്ഥിതിക്ക് രാവിലെ ഉണർന്നു. കുളിച്ച് പൂജാമുറിയിലെ മുരളീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന്, ഈശ്വര, എന്റെ ഭർത്തഗ്രഹത്തിനോട് ഞാൻ ഒരു തെറ്റ് ചെയ്യാൻ പോകുന്നു. എന്നോട് പൊറുക്കണേ ദൈവമേ. ഞാൻ കാണിച്ചു കൊടുക്കുന്ന വഴി അവരുടെ രണ്ടുപേരുടെയും നന്മയ്ക്കായി ഭവിക്കണേ, അവൾ പ്രാർത്ഥിച്ചു. അവൾ ഉറക്കറയിൽ ചെന്നു. ഭർത്താവ് ഇപ്പോഴും സുഖനിദ്രയിലാണ്. അവൾ മെല്ലെ അലമാര തുറന്നു. ചെറിയമ്മ സൂക്ഷിച്ചു വെക്കാൻ കൊടുത്ത ആഭരണങ്ങൾ പൊതിഞ്ഞെടുത്ത് മുറിയിൽ നിന്നിറങ്ങി. പൂക്കുടയിൽ ആഭരണപ്പൊതി വെച്ച് അതിനു മീതെ പൂക്കൾ നിറച്ചു വെച്ചു. സീമന്തിനി ചാവടി വാതിൽ അടച്ച് അടുക്കളയിലേക്ക് വരുന്നത് കണ്ടപ്പോൾ അവൾ പടിഞ്ഞാറേ മുറ്റത്തിറങ്ങി നിന്നു. വേലക്കാരികൾ ആരും എത്തിയിട്ടില്ല. സീമന്തിനി അടുത്തെത്തിയപ്പോൾ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. രവീന്ദ്രൻ ഇന്ന് എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടാവും. ഞാൻ എല്ലാം പറഞ്ഞു തീർച്ചപ്പെടുത്താൻ പോവുകയാണ്. അവസാനമായി ഞാൻ ഒന്നുകൂടി നിന്നോട് ചോദിക്കട്ടെ, രവീന്ദ്രന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഏട്ടത്തിയമ്മ സഹായത്തിനുള്ളപ്പോൾ എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. ഞാൻ കൂടെ വരില്ലല്ലോ കുട്ടി. രവീന്ദ്രന്റെ കൂടെ പോകേണ്ടത് നീ ഒറ്റയ്ക്കാണ്. അതിന് ധൈര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവൾ ദൃഷ്ടികൾ താഴ്ത്തി നിന്നു. അയാളോടൊത്ത് ഏത് കഷ്ടപ്പാടും സഹിക്കാൻ തയ്യാറാണല്ലോ. അപ്പോൾ ഞാൻ പോയി വരട്ടെ. ഏട്ടൻ ഉണരുന്നതിനു മുമ്പ് എനിക്ക് ഇങ്ങെത്തണം. അവൾ ആഞ്ഞു നടന്നു. ഏട്ടത്തിയമ്മ കണ്ണിൽ നിന്നും മറയുന്നത് വരെ സീമന്തിനി നോക്കിക്കൊണ്ട് നിന്നു. തന്നെ സ്നേഹിക്കാനായി ദൈവം നിയോഗിച്ചയച്ച ദേവതയാണ് കമലേട്ടത്തിയമ്മയെന്ന് അവൾക്ക് തോന്നി. അവളുടെ മിഴികളിൽ കണ്ണീർ ഉറഞ്ഞുകൂടി. അധ്യായം 28. വെള്ളിയാഴ്ചകളിൽ തന്നെ പ്രതീക്ഷിച്ചു നിൽക്കണമെന്ന് രവീന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ ഹനുമാൻ ക്ഷേത്രത്തിന് മുന്നിൽ എത്തിക്കാണും. പ്രദക്ഷിണ വഴിയിലെങ്ങും ആരെയും കാണരുതേ എന്നാണ് പ്രാർത്ഥന. കമലയുടെ ചുവടുകൾക്ക് വേഗത കൂടി. തെക്കേ ഗോപുരം വഴി അകത്ത് കയറി. പ്രദക്ഷിണ വഴി ശൂന്യമാണെന്ന് കണ്ടപ്പോൾ ആശ്വാസം തോന്നി. വൃന്ദാവനത്തിനടുത്തെത്തിയപ്പോൾ ദൂരേക്ക് എത്തി നോക്കി. ദൃഷ്ടികൾക്ക് ഹനുമാൻ ക്ഷേത്രം വരെ നീളേണ്ടി വന്നില്ല. അതിനിപ്പുറത്ത് തന്നെ രവീന്ദ്രൻ നിൽക്കുന്നത് കണ്ടു. കമല ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. ആവുന്നത്ര ആഞ്ഞു നടന്നു. രഥപുരയ്ക്ക് മുന്നിലെത്തിയപ്പോൾ ചെന്നൈയിലൂടെ വിയർപ്പ് ചാലുകൾ ഒഴുകാൻ തുടങ്ങിയിരുന്നു. സാരിയുടെ മുന്താണി കൊണ്ട് വിയർപ്പ് തുടയ്ക്കവേ കമല ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഇല്ല, ആരും എത്തിയിട്ടില്ല. രവീന്ദ്രൻ കമലയെ നോക്കി ചിരിച്ചെങ്കിലും അയാളുടെ മുഖത്ത് സംഭ്രമത്തിന്റെ നിഴൽ ഉണ്ടായിരുന്നു.
ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു, അയാൾ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. കമല മറുപടിയൊന്നും പറഞ്ഞില്ല. മുഖത്ത് സാധാരണ തെളിയാറുള്ള പുഞ്ചിരി പോലും മറവിയിലാണ്ട് പോയതുപോലെ. കമല വീണ്ടും നാലു വശത്തും നോക്കി. പൂക്കുടയിലെ പൂക്കൾ വകഞ്ഞു മാറ്റി ആഭരണ പൊതി കയ്യിലെടുത്തു. രവീന്ദ്രൻ, ഇത് വേഗം വാങ്ങിച്ചോളൂ. അയാൾ അത് കൈനീട്ടി വാങ്ങവേ ചോദിച്ചു, എന്താണ് ഏട്ടത്തിയമ്മേ ഇത്? കുറെ ആഭരണങ്ങളാണ്. ഉടനെയുള്ള ആവശ്യത്തിന് ഇതിൽ കുറച്ചെടുത്ത് വിറ്റ് പണമാക്കണം. എന്റെ കൈവശം പണമൊന്നുമില്ല. രവീന്ദ്രന്റെ മുഖത്ത് മ്ലാനഭാവം പരക്കുന്നത് കമല കണ്ടു. അവൾ പറഞ്ഞു, ഈ ആഭരണങ്ങൾ സീമന്തിനിയുടേത് തന്നെയാണ്. മടിക്കേണ്ട, വിറ്റ് കാശാക്കുക. തൽക്കാലം ആവശ്യം നടക്കട്ടെ. പിന്നെ രവീന്ദ്രന് പണമുണ്ടാകുന്ന കാലത്ത് അവൾക്ക് പുതിയവ പണിയിച്ചു കൊടുത്താൽ മതി. രവീന്ദ്രൻ നേർത്ത പുഞ്ചിരിയോടെ തലകുലുക്കി. മറുപടിയൊന്നും പറയാതെ ഭാഷ മറന്നതുപോലെ അയാൾ കമലയുടെ മുഖത്ത് നോക്കി നിന്നു. അയാളുടെ മുഖത്ത് രക്തം പാഞ്ഞു കയറുന്നതുപോലെ ചുവന്നു. കണ്ണുകളിലെ രക്തലോമികകൾ ശാഖോപശാഖകളോടെ തെളിഞ്ഞു കണ്ടു തുടങ്ങി. മിഴിനീരിന്റെ നേർത്ത പാട അവയ്ക്ക് മീതെ പടരുന്നത് കമല കണ്ടു. അയാൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഏട്ടത്തിയമ്മയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ക്ഷേത്രത്തിനുള്ളിലെ വിഗ്രഹത്തിന് മുന്നിൽ ഞാൻ തൊഴുകൈകളോടെ നിൽക്കാറുള്ളൂ. പക്ഷേ കമലേട്ടത്തി അമ്മയുടെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കാനാണ് തോന്നുന്നത്. കമല പറഞ്ഞു, അത് ഞങ്ങൾ പറയേണ്ട വാചകമാണ്. ഞാനോ സീമന്തിനിയോ ചെറിയമ്മയോ പറയേണ്ട വാചകം. ഒരു മന്ദബുദ്ധിയുടെ ഭാര്യയായി വിധവയെപ്പോലെ മറ്റുള്ളവരുടെ അടിമയെപ്പോലെയോ കഴിയേണ്ട വലിയ ദൗർഭാഗ്യത്തിൽ നിന്നും അവളെ മോചിപ്പിക്കാൻ രവീന്ദ്രൻ തയ്യാറായി വന്നത് ഞങ്ങളല്ലേ അങ്ങോട്ട് അങ്ങനെ പറയേണ്ടത്? കമല ധൃതിയിൽ തുടർന്നു. മറ്റാരെങ്കിലും വരുന്നതിനു മുൻപ് നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്തെന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം. കമല അച്ഛൻ കയ്യിലേൽപ്പിച്ച കടലാസ് രവീന്ദ്രന്റെ കയ്യിൽ കൊടുത്തു. ഇതിൽ ഒരു വിലാസം കുറിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിയും കുറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താമസിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയ വീടാണ്. താക്കോൽ ഞാൻ സീമന്തിനിയെ ഏൽപ്പിക്കാം. ശരി ഏട്ടത്തിയമ്മേ, എങ്ങോട്ടാണ് പോകുന്നതെന്നതിനെ കുറിച്ച് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വിഷമിക്കുകയായിരുന്നു ഞാൻ. അയാളുടെ മുഖത്ത് സന്തോഷത്തിന്റെ അലകൾ പ്രത്യക്ഷപ്പെട്ടു. എന്നാണ് രവീന്ദ്രൻ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? എങ്ങനെ? ഏതു നേരത്ത്? രവീന്ദ്രൻ ഒട്ടും മടിക്കാതെ മറുപടി കൊടുത്തു. ഇനിയിപ്പോൾ വേറെയൊന്നും എനിക്ക് തയ്യാറാക്കാൻ ഇല്ലല്ലോ. തിങ്കളാഴ്ച രാത്രി 10 മണിയോടടുപ്പിച്ച് ഞാൻ കാറുമായെത്തും. തേക്കുംകാട് മഠത്തിന്റെ തെക്കേ അതിർത്തിക്കപ്പുറത്ത് ആൾതാമസമൊന്നുമില്ലല്ലോ. അവിടെയുള്ള ആലിൻ ചുവട്ടിൽ ഞാൻ കാണും. അല്പസമയത്തെ മൗനത്തിന് ശേഷം കമല ഇടർച്ചയോടെ പറഞ്ഞു, സീമന്തിനി സാധു കുട്ടിയാണ്. ഇവിടെ നിറങ്ങിക്കഴിഞ്ഞാൽ അവൾക്ക് രവീന്ദ്രനല്ലാതെ ഈ ജന്മം മറ്റൊരാശ്രയം കാണില്ല. അവളെ വിഷമിപ്പിക്കരുത്. ഇല്ല, അക്കാര്യമോർത്ത് വിഷമിക്കേണ്ട. ഏതു ബുദ്ധിമുട്ടും സഹിക്കുന്ന കൂട്ടത്തിലാണവൾ. സ്നേഹക്കുറവ് മാത്രം അവളോട് കാണിക്കരുത്. ഇല്ല, ഞാൻ ഉറപ്പു തരുന്നു. എങ്കിൽ ഞാൻ പോകട്ടെ. തിങ്കളാഴ്ച രാത്രി 10 മണിക്ക് തേക്കുംകാടിന്റെ ഗേറ്റിങ്കിൽ ഞാൻ അവളെ എത്തിക്കാം. ശരി. സീമന്തിനിക്ക് വേണ്ടി ഇങ്ങനെയൊരു സംഭവത്തിന് വഴിയൊരുക്കുന്നത് ഞാനാണ്. ഇത് എന്റെ തോൽവിയായി മാറ്റരുത്. രവീന്ദ്രൻ അവളെ ഒരിക്കലും കൈവിടിയരുത്. ഇല്ല ഏട്ടത്തിയമ്മേ, ഇല്ല. എന്നെ വിശ്വസിക്കൂ. കമല പുഞ്ചിരിച്ചു. ഞാൻ പോകുന്നു. കമല പ്രദക്ഷിണ വഴിയിലേക്ക് നടന്നു. ചുറ്റമ്പല ചുമരിൽ വരച്ച സുഭദ്രാഭരണം വർണ്ണചിത്രത്തിൽ കണ്ണുകൾ ഉടക്കി. അവൾ കുറെ നേരം അതിൽ നോക്കി നിന്നു. പിന്നിൽ നടന്നെത്തിയ രവീന്ദ്രൻ നർമ്മരസം കലർന്ന ശബ്ദത്തിൽ പറഞ്ഞു, അന്ന് ഹരണത്തിന് ഉപയോഗിച്ചത് തേരായിരുന്നു, ഇന്ന് കാറാണെന്ന് മാത്രം. ഒരേ സംഭവങ്ങൾ എല്ലാ യുഗത്തിലും നടന്നിരുന്നു ഏട്ടത്തിയമ്മേ. ജ്ഞാനികൾ അതിനൊക്കെ കൂട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. അയാൾ ചിരിച്ചു. ഊവ്. കമല അയാളെ നോക്കി അല്പം ഉറക്കെ ചിരിച്ചു. അയാളുടെ കണ്ണുകളിലെ നനവ് ഉണങ്ങിക്കഴിഞ്ഞിരുന്നു. കണ്ണിന്റെ വെള്ളയിലെ ചുവന്ന ലോമികകൾ അപ്രത്യക്ഷമായി പ്രത്യാശയുടെ തിളക്കം അവിടെ അവൾ കണ്ടു. വിഷ്ണു ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് തൊഴുത് പ്രസാദവും വാങ്ങി അവൾ വീട്ടിലേക്ക് തിരിച്ചു. അഗ്നിപരീക്ഷണത്തിന്റെ ഓരോ ഘട്ടവും തരണം ചെയ്യുകയാണ് ഇനി സീമന്തിനിയെ രവീന്ദ്രന്റെ അടുത്ത് എത്തിച്ചു കഴിയുമ്പോൾ അവസാന ഘട്ടവും സമാപിക്കും. അവൾ അത് കഴിയുന്നതുവരെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. ആ സംഭവത്തിന് ശേഷമായിരിക്കും തേക്കുംകാട് മഠത്തിൽ ഒരഗ്നിപർവ്വതം പൊട്ടട്ടെ. ഒന്നും അറിയാത്ത ഒരു കാഴ്ചക്കാരിയെ പോലെ താൻ അകന്നു നിന്ന് എല്ലാം കാണും. താൻ പതറുകയില്ല. എന്തിനു പതറണം? അച്ഛൻ പറഞ്ഞതുപോലെ താൻ തന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു.
അവൾ സമാധാനിച്ചു. താൻ ചെയ്യുന്ന ഈ പ്രവൃത്തി ഒരു സൽക്കർമ്മമാണ്. സീമന്തിനി പ്രാതൽ തയ്യാറാക്കുന്ന തിരക്കിലാണെങ്കിലും കമലേട്ടത്തി അമ്മയിൽ നിന്നും കേൾക്കാൻ പോകുന്ന വാർത്ത എന്തെന്നറിയാനുള്ള ആകാംക്ഷയോടെ അസ്വസ്ഥതയിലായിരുന്നു. ജാനകിയും മറ്റ് വേലക്കാരികളും അടുക്കളയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഏട്ടത്തി അമ്മയോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ അവസരം കിട്ടിയില്ല. സദാനന്ദൻ പ്രാതൽ കഴിഞ്ഞ് ജോലിക്ക് പോകുന്നതുവരെ അവൾക്ക് കാത്തിരിക്കേണ്ടി വന്നു. അമ്മയ്ക്കുള്ള പ്രാതലുമായി ചാവടിയിലേക്ക് കടന്നപ്പോൾ കമലയും പിന്നാലെ നടന്നു. പടിഞ്ഞാറേ അങ്കണത്തിലെത്തിയപ്പോൾ പറഞ്ഞു, നീ ചെറിയമ്മയ്ക്ക് പ്രാതൽ കൊടുത്തിട്ട് ഞാവൽ മരച്ചോട്ടിലേക്ക് വരൂ, ഞാൻ അവിടെ കാണും. അവൾ ധൃതിയിൽ ചാവടിയിലേക്ക് നടന്നു. കമല ഞാവൽ മരച്ചുവട്ടിൽ എത്തുന്നതിനു മുൻപ് സീമന്തിനി പിന്നിലെത്തിക്കഴിഞ്ഞിരുന്നു. രവീന്ദ്രേട്ടൻ ഉണ്ടായിരുന്നോ അവിടെ? അവൾ ചോദിച്ചു. ഉണ്ടായിരുന്നു. സീമന്തിനി ഉത്കണ്ഠയോടെ കമലയുടെ മുഖത്ത് നോക്കി. കമല തുടർന്നു. തിങ്കളാഴ്ച രാത്രി 10 മണിക്ക് രവീന്ദ്രൻ കാറുമായി തെക്കേ അതിർത്തിക്കപ്പുറത്തെ ആലിൻ ചുവട്ടിലെത്തും. സീമന്തിനിയുടെ നെഞ്ചിടിപ്പ് ദ്രുതഗതിയിലായി. ഈശ്വര, അപ്പോൾ അത് നിശ്ചയിച്ചു. താൻ എന്നേക്കുമായി തന്റെ വീട് വിട്ടു പോകുകയാണ്. ഭാവിയുടെ അനിശ്ചിതത്വം അവളുടെ മനസ്സിൽ അസ്വസ്ഥതയുടെ കാളിമ പടർത്തിക്കൊണ്ടിരുന്നു. എങ്ങോട്ടായിരിക്കും എന്നെ കൊണ്ടുപോകുക? രവീന്ദ്രേട്ടന് പണത്തിന് ബുദ്ധിമുട്ടുണ്ട്. എന്നെ പ്രതി രവീന്ദ്രേട്ടനും കഷ്ടപ്പെടേണ്ടി വരുമോ എന്തോ. എനിക്കാകെ പ്രയാസം തോന്നുന്നു ഏട്ടത്തിയമ്മേ. രവീന്ദ്രൻ പുരുഷനല്ലേ, അതിനുള്ള മാർഗങ്ങളൊക്കെ അയാൾ കണ്ടെത്തും. എന്നെ രാമദാസനെ കൊണ്ട് കെട്ടിക്കാൻ പോകുന്നത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ ഈ അരുതാത്ത പ്രവൃത്തിക്ക് തുനിയില്ലായിരുന്നു. ജീവിതകാലം മുഴുവൻ അവിവാഹിതയായി ഇവിടെ കഴിയുമായിരുന്നു. അവിവാഹിതയായി കഴിയാൻ ഏട്ടന്മാർ അനുവദിക്കില്ല. ആൾക്കാരുടെ മുന്നിൽ അവർക്ക് നല്ലവരാവണം. അങ്ങേയറ്റം ആർഭാടത്തോടെ അവരെ കല്യാണം നടത്തും. മുറച്ചെറുക്കനായതുകൊണ്ട് ആരും അധികമൊന്നും പഴിക്കില്ല. സീമന്തിനി സങ്കടവും ഭയവും കലർന്ന ഭാവത്തിൽ ദൃഷ്ടികൾ താഴ്ത്തി നിന്നു. കണ്ണീർ പാടയിൽ അവളുടെ പേലുകൾ നനഞ്ഞു. കമല ആശ്വസിപ്പിച്ചു. വിഷമിക്കേണ്ട, നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട് വരെ ശരിപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ മുത്തശ്ശിയുടെ പേരിലുള്ള ഒരു വീട്. ഒരു കടുത്ത നാട്ടിൻപുറമാണെന്നേ ഉള്ളൂ. തൽക്കാലം അവിടെ താമസിക്കാം. പണത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. നിന്റെ ആഭരണങ്ങൾ ഞാൻ രവീന്ദ്രനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് വിൽക്കട്ടെ. എന്റെ കൈവശം പണമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവ വിൽക്കാൻ ഏൽപ്പിക്കില്ലായിരുന്നു. എന്റെ കൈവശം പണമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവ വിൽക്കാൻ ഏൽപ്പിക്കില്ലായിരുന്നു. അത് സാരമില്ല ഏട്ടത്തിയമ്മേ. എനിക്ക് ആഭരണമൊന്നുമില്ലെങ്കിലും സാരമില്ല. സമാധാനം മാത്രം മതി. അവളുടെ പറന്നു കിടന്നിരുന്ന മുടിച്ചുരുളുകൾ മാടിയൊതുക്കിക്കൊണ്ട് സ്നേഹത്തോടെ കമല പറഞ്ഞു. പരസ്പരം സ്നേഹിച്ച് ഒരു നല്ല കുടുംബമുണ്ടാക്കി ജീവിക്കുക. നല്ല നിലയിലെത്തുന്ന ഒരു കാലത്ത് നിങ്ങൾക്കിവിടെ തിരിച്ചു വരാനാകും. അന്ന് നിങ്ങളെ ആട്ടിയൊടിക്കാൻ ആരും തയ്യാറാവില്ല. അങ്ങനെയൊരു നാൾ വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സീമന്തിനി കരച്ചിലടക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. അവളുടെ കണ്ണുനീർ ചിറമുറിഞ്ഞൊഴുകി. കമല ആശ്വസിപ്പിച്ചു. കരയാതെ, എല്ലാം നല്ലതിനാണെന്ന് കരുതൂ. എന്നെ പോലെ നിർഭാഗ്യവതിയായി ആരുണ്ട് ഏട്ടത്തിയമ്മേ? ഒളിച്ചോടിയ പെൺകുട്ടിയെന്ന് പേരുണ്ടാവില്ലേ എനിക്ക്? രാമദാസന്റെ ഭാര്യയാവുന്നതാണോ ഈ ദുഷ്പേര് കിട്ടുന്നതിനേക്കാൾ നിനക്കിഷ്ടം? ഇല്ലില്ല, എനിക്ക് രാമദാസേട്ടന്റെ ഭാര്യ ആവേണ്ട. അങ്ങനെ സംഭവിക്കുന്ന ദിവസം ഞാൻ ജീവിതം അവസാനിപ്പിക്കുമെന്ന് തന്നെ കരുതിയിരിക്കുകയായിരുന്നു. എങ്കിൽ ഇനി വിഷമിക്കേണ്ട. നിനക്ക് വേണ്ടി മാത്രമാണ് കുട്ടി ഞാൻ ഇത്രയും പാടുപെടുന്നത്. എനിക്കറിയാം ഏട്ടത്തിയമ്മേ, മരണം വരെ ഞാൻ ഇത് മറക്കില്ല. മുറ്റത്ത് കാറിന്റെ ശബ്ദം കേട്ടു. സീമന്തിനി പറഞ്ഞു. വലിയേട്ടത്തിയമ്മയൊക്കെ എത്തിയെന്ന് തോന്നുന്നു. നമുക്ക് അടുക്കളയിലേക്ക് പോകാം.